സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനം 7:1 എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പാപം വേട്ടയാടുന്നു. ദാവീദിനെ പാപം വേട്ടയാടി. ദാവീദിനെ ശത്രുക്കൾ വേട്ടയാടി. ദാവീദിനെ ഗോലിയാത്ത് വേട്ടയാടി. ദാവീദിനെ ശൗൽ രാജാവ് വേട്ടയാടി. ദാവീദിനെ ഫെലിസ്ത്യർ വേട്ടയാടി. ദാവീദിനെ അമാലേക്യർ വേട്ടയാടി. ദാവീദിനെ ശത്രു സൈന്യം വേട്ടയാടി. ദാവീദിനെ സ്വന്തം മകൻ വേട്ടയാടി. സ്വന്തം മകനായ അബ്ശാലോം ദാവീദിനെ കൊല്ലുവാൻ ദാവീദിൻ്റെ പിന്നാലെ സൈന്യത്തെ അയച്ചു. അബ്ശാലോം തന്നെ പടവാളേന്തി അപ്പനെ കൊല്ലുവാൻ പുറപ്പെട്ടു. ദാവീദിനെ അനേകമനേകം ഭീകര വിപത്തുക്കൾ വേട്ടയാടി. അത്യാഹിതങ്ങൾ വേട്ടയാടി. പാപം ദാവീദിനെ വേട്ടയാടി. ദാവീദിനെ പാപം വേട്ടയാടി. പ്രിയപ്പെട്ടവരെ, ദാവീദ് പ്രാർത്ഥിച്ചു. നാം പ്രാർത്ഥിക്കണം. നമ്മെയും പാപം വേട്ടയാടുന്നുണ്ട്. നമുക്കും പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പാപത്തിൻ്റെ ഭീകരമായ ശക്തമായ ആക്രമണം നമ്മെ പിടികൂടാതിരിക്കുവാൻ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം തരുന്ന ക്രിസ്തുവിൻ്റെ ക്രൂസിലെ പരമബലിയുടെ അനുഭവത്തിൻ്റെ വക്താക്കളായി നമുക്ക് മാറണം. ക്രൂസിലെ ആ ദിവ്യത്യാഗമരണം നമ്മുടെ അനുഭവമായി തീരണം. കർത്താവായ യേശു ക്രൂസിൽ മരിച്ചു എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പാപം മാറി എന്ന് നാം പറയും. പലരും പറയും മനുഷ്യജാതിയുടെ പാപത്തിന് വേണ്ടി ക്രിസ്തു ക്രൂസിൽ മരിച്ചു എന്ന്. നാമും പറയും. ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറയും ക്രിസ്തു മനുഷ്യജാതിയുടെ പാപത്തിന് വേണ്ടി ക്രൂസിൽ മരിച്ചുവെന്ന്. സ്നേഹിത, അതുകൊണ്ട് നിൻ്റെ പാപം മാറുകയില്ല. ക്രൂസ്
നിന്റെ ഹൃദയത്തിൽ വരണം. ക്രൂസ് നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടണം. എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മാലയിൽ കുരിശ്, അതും സ്വർണ്ണക്കുരിശ് തന്നെ വെച്ചു എന്നുള്ളത് അതുകൊണ്ട് നിന്റെ പാപം മാറുകയില്ല. പണമുണ്ടോ, കുരിശുണ്ടോ, വെച്ചുകൊള്ളൂ. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു നല്ല കുരിശിൻ്റെ ആകൃതി താലിയിൽ കൊത്തി ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് കൊണ്ട്, കുരിശുള്ള താലിയാണ് അണിഞ്ഞത് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടൊന്നും പാപം മാറുകയില്ല. നല്ല ഒന്നാന്തരം നല്ല വിലയേറിയ തടിയിൽ, ഈട്ടിത്തടി കൊണ്ട് തന്നെ വലിയൊരു കുരിശുണ്ടാക്കി വീടിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ നിങ്ങളവിടെ സ്ഥാപിച്ചു വെച്ചു എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ പാപം മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാം. അതെല്ലാം ചെയ്തുകൊള്ളൂ. വേണ്ട എന്നോ വേണമെന്നോ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ കുരിശ് നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. അത് കോൺക്രീറ്റ് ആയിട്ടുള്ള വസ്തുനിഷ്ഠമായൊരു കുരിശല്ല. എന്നാൽ ക്രൂസിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരണം. ക്രൂസിൽ ഒരു മരണമുണ്ട്, ക്രൂസിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കുരിശിൻ്റെ ഇപ്പുറത്ത് ഒരു മരണം, ക്രൂസിൻ്റെ മറുവശത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പ്. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടണം, പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കണം. പഴയ മനുഷ്യൻ ഇതാ മരിക്കുന്നു, പഴയ സ്വഭാവം ഇതാ മരിക്കുന്നു, പഴയ ചിന്താഗതികൾ ഇതാ മരിക്കുന്നു, പഴയ കോപം മരിക്കുന്നു, പഴയ അശുദ്ധി മരിക്കുന്നു, പഴയ ദുസ്വഭാവം മരിക്കുന്നു, പഴയ മദ്യപാനശീലം മരിക്കുന്നു, പഴയ വഴക്ക് മരിക്കുന്നു, പഴയ കലഹ സ്വഭാവം മരിക്കുന്നു, പഴയ നീരസവും കയ്പും വിദ്വേഷവും പകയും മരിക്കുന്നു, പഴയ വിരോധവും പഴയ പ്രതികാര ചിന്തയും മരിക്കുന്നു, പഴയ സ്വാർത്ഥതയും പഴയ അഹന്തയും മരിക്കുന്നു, പഴയ ദ്രവ്യാഗ്രഹം മരിക്കുന്നു, പഴയ തനിക്ക് താൻ പോരിമ മരിക്കുന്നു, പഴയ സ്വന്തം ശക്തിയിലുള്ള ഊന്നൽ മരിക്കുന്നു, പഴയതെല്ലാം മരിക്കുന്നു, സ്വയം മരിക്കുന്നു, ജഡം മരിക്കുന്നു, ലോകം മരിക്കുന്നു. ഒരു പുതിയ മനുഷ്യത ഉയർത്തെഴുന്നേൽക്കുന്നു. ക്രിസ്തു ഹൃദയത്തിൽ വാഴുന്നു. അതാണ് ക്രൂശ് അനുഭവിക്കുക എന്ന് പറയുന്നത്. പാപം വേട്ടയാടാതിരിക്കണമെങ്കിൽ ഈ മഹത്തായ അനുഭവം നാം സ്വന്തമാക്കണം. പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേട്ടയാടാതിരിക്കണമെങ്കിൽ ക്രൂശ് നമ്മുടെ അനുഭവമായി മാറണം. എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു എന്ന് നമുക്ക് തന്നെ സ്വന്തം ഉള്ളത്തെ തൊട്ട് പറയാൻ തക്കവണ്ണം, മറ്റാരെയും ബോധ്യപ്പെടുത്താനല്ല, രഹസ്യങ്ങൾ കാണുന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി സന്തോഷിക്കുവാൻ തക്കവണ്ണം, ഇതാ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ മകൻ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന് ദൈവം പറയുവാൻ തക്കവണ്ണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കുമെന്ന് വരും കാലങ്ങളിൽ നിത്യതയുടെ തുറമുഖത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മോട് പറയുവാൻ തക്കവണ്ണം, നല്ല ദാസനെ എന്നുള്ള ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇവിടെ വെച്ച് നാം ഒരു പുതിയ സൃഷ്ടിയായി തീരണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. പാപം വേട്ടയാടുന്നു. പഴയ നിയമത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ 4-ാമത്തെ പുസ്തകമായ സംഖ്യാപുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. സംഖ്യാപുസ്തകം 32:23. അത് കർശനമായൊരു താക്കീതാണ്. അത് ഭീഷണിപ്പെടുത്തുകയല്ല, വരാൻ പോകുന്ന അവിടെ ഒഴിവാക്കാനുള്ള ദൈവീക സ്നേഹത്തിൻ്റെ മധുരോദാരമായ നിർദ്ദേശമാണ്. ദൈവസ്നേഹത്തിൻ്റെ ആർദ്രമായ പ്രബോധനമാണ്. പാപത്തിൻ്റെ ദൂഷ്യഫലം നിന്നെ പിന്തുടർന്ന് നിന്നെ പിടികൂടാതിരിക്കണമെങ്കിൽ നീ വേഗം പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എന്നുള്ള സ്നേഹത്തിൻ്റെ നിർബന്ധമാണ് ആ വാക്കുകളിൽ അനുരണനം ചെയ്യുന്നത്, മാറ്റൊലിക്കൊള്ളുന്നത്. ദൈവം പറയുന്നു, നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. പാപമുണ്ട്, പാപത്തിന് ദൂഷ്യഫലമുണ്ട്, അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇംഗ്ലീഷ് വേദപുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ആ വാക്യം കിടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിന്റെ പാപം നിന്നെ കണ്ടെത്തും. നീ എവിടെ ഒളിഞ്ഞിരുന്നാലും എവിടെ മറഞ്ഞിരുന്നാലും നിന്റെ പാപം നിന്നെ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ മറയ്ക്കാം, ഭാര്യയെ മറയ്ക്കാം, ഭർത്താവിനെ ഒളിക്കാം, മക്കളെ ഒളിക്കാം, മാതാപിതാക്കളെ മറയ്ക്കാം, പലതും രഹസ്യത്തിൽ ചെയ്യാം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല, ദൈവത്തെ ഒളിക്കാൻ സാധ്യമല്ല. നീ എവിടെ ഒളിഞ്ഞിരുന്നാലും നിന്റെ പാപം നിന്നെ കണ്ടെത്തും.
ബി ഷുവർ, തീർച്ചയാക്കിക്കൊള്ളൂ, നിശ്ചയമായും ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിന്റെ പാപം നിന്നെ കണ്ടെത്തും. മകനെ, നിന്റെ പാപം നിന്നെ കണ്ടെത്തുന്നതിന് മുൻപ് നീ പാപത്തെ കണ്ടെത്തി എടുത്തു മാറ്റിയാൽ നന്ന്. നീ നിന്റെ പാപത്തെ കണ്ടെത്തി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നന്ന്. പാപം നിന്നെ കണ്ടെത്തി നിന്നെ നാശത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നതിന് മുൻപ്, പാപം നിന്നെ കണ്ടെത്തി പിശാച് നിന്നെ പാപ കളിപ്പിക്കുന്നതിന് മുൻപ്, പാപം നിന്നെ കണ്ടെത്തി പിശാച് നിന്നെ നിത്യ അന്ധകാരത്തിന്റെ ഭീകരദണ്ഡനത്തിലേക്ക് തള്ളിവിടുന്നതിന് മുൻപ് നീ നിന്റെ പാപത്തെ കണ്ടെത്തി അതിനോട് യാത്ര പറയുന്നത് നന്ന്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. പഴയ നിയമത്തിലെ ആ വാക്യം പുതിയ നിയമത്തിൽ വരുമ്പോൾ വീണ്ടും കർശനമായി ദൈവത്തിന്റെ ആത്മാവ് തരുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ബി നോട്ട് ഡിസീവ്ഡ്. നിങ്ങൾക്ക് വഞ്ചന പറ്റിപ്പോകരുത്, നിങ്ങൾക്കാർക്കും ചതി പറ്റിപ്പോകരുത്, നിങ്ങളാരും വിഡ്ഢികളായി പോകരുത്, നിങ്ങൾക്ക് മണ്ടത്തരം പറ്റിപ്പോകരുത്. ബി നോട്ട് ഡിസീവ്ഡ്. നിങ്ങൾ ചതി പറ്റിപ്പോകരുത്, വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആസ് യു സോ സോ യു റീപ്. നീ എന്ത് വിതയ്ക്കുന്നോ അത് നീ കൊയ്തെടുക്കും. മനുഷ്യ, ദൈവം നിന്നോട് പറയുകയാണ്, മാന്യ സഹോദര, ദൈവത്തിന്റെ ആർദ്രകരുണ നിന്നോട് പറയുകയാണ്, നീ വിതച്ചത് തന്നെ നീ കൊയ്തെടുക്കേണ്ടി വരും. ഹോശേയ പ്രവാചകൻ പറഞ്ഞു, കാറ്റ് വിതച്ചു കൊടുങ്കാറ്റ് കൊയ്തു എന്ന്. കാറ്റ് വിതച്ചു ചുഴലിക്കാറ്റ് കൊയ്യുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം ആവർത്തിച്ചത് പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് നീതിമാനായിരുന്നു ദൈവം പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു ദൈവം പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് ദൈവഭക്തനായിരുന്നു ദൈവം പറയുന്നു. ഇയ്യോബ് ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. എന്നാൽ ഇയ്യോബിന് അവന്റെ ജീവിതത്തിൽ രഹസ്യമോ പരസ്യമോമായ പാപത്തിന്റെ പ്രവൃത്തികളോ ചിന്തകളോ വാക്കുകളോ ഉണ്ടായിരുന്നില്ല. ഇയ്യോബ് പ്രാഗൽഭ്യത്തോടെ പറയുന്നുണ്ട്. ഇയ്യോബ് നല്ല ധൈര്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തു, പിന്നെ ഞാൻ എങ്ങനെ പരസ്ത്രീയെ നോക്കും? ഞാൻ ഒരു കന്യകയെ എങ്ങനെ നോക്കും? ഞാൻ ഒരു അന്യസ്ത്രീയെ എങ്ങനെ നോക്കും? എൻ്റെ കണ്ണിനോട് ഞാൻ നിയമം ചെയ്തതാണ്, ദൈവസന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടിയാണ്, ഇത് അഴുക്കിലേക്ക് പോവില്ല എന്ന്, ഈ ശരീരത്തിലെ ഒരു അവയവം പോലും അശുദ്ധിക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന് ഞാൻ ദൈവത്തോട് നിയമം ചെയ്തതാണ്. ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തു, പിന്നെ ഞാൻ പരസ്ത്രീയെ നോക്കുന്നത് എങ്ങനെ? യോബ് പറഞ്ഞു, ഞാൻ ദരിദ്രന്മാർക്ക് അപ്പനായിരുന്നു, ഞാൻ വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുത്തിട്ടുണ്ട്. യോബ് പറഞ്ഞു, എനിക്ക് ദൈവം തന്ന വിഭവങ്ങൾ, ദൈവം തന്ന റിസോഴ്സസ്, ദൈവം തന്ന അനുഗ്രഹങ്ങൾ അനേകം ആളുകൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഒന്നും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെലവഴിച്ചതല്ല, അനേകർക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. വസ്ത്രമില്ലാത്തവന് ഞാൻ വസ്ത്രം കൊടുത്തിട്ടുണ്ട്, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ പുതപ്പില്ലാത്തവർക്ക് അവരുടെ കുളിര് മാറ്റാൻ പുതപ്പ് കൊടുത്തിട്ടുണ്ട്. ഇയ്യോബ് പലതും അഭിമാനകരമായ കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഒരു സന്ദർഭം വന്നപ്പോൾ ഇയ്യോബ് ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് പറയുകയാണ്, അയ്യോ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ എന്നെ തന്നെ കാണുന്നു. ഇയ്യോബിന്റെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ നാം അതാണ് കാണുന്നത്. 42-ാം അധ്യായം അതിലെ ആദ്യത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കും. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവുകൂടാതെ ആലോചനയെ മറിച്ച് കളയുന്ന ഒരുവനാര്? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. അനേകം തിരിച്ചടികൾ ഇയ്യോബിന് ഏൽക്കേണ്ടി വന്നു. അനേകം തിരിച്ചടികൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ, അനേകം കെടുതികൾ ഏൽക്കേണ്ടി വന്നു. അനേകം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇയ്യോബ് അപ്പോഴെല്ലാം ചിന്തിച്ചു, എനിക്കെന്താണ് ഇങ്ങനെ വന്നത്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബ് അപ്പോഴെല്ലാം അധരം കൊണ്ടുപോലും പാപം ചെയ്യാതെ തന്നെ സൂക്ഷിച്ചു. പക്ഷേ ഇയ്യോബിന്റെ ആളത്വത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയുമായി ഒത്തുനോക്കുമ്പോൾ ഞാൻ ഒന്നുമില്ല എന്ന് ഒടുവിൽ ഇയ്യോബ് കണ്ടെത്തേണ്ടി വന്നു. ഒടുവിൽ മനസ്സിലായി, പാപത്തിന്റെ പ്രവൃത്തി എന്നില്ല, പാപത്തിന്റെ വിചാരമോ പാപത്തിന്റെ വാക്കുകളോ എന്നിൽ വരുന്നില്ല, നിഷ്കളങ്കതയോടെ ഞാൻ നടന്നു. പക്ഷെ ഇയ്യോബ് അവസാനം പറയുന്നു, ദൈവമേ, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേട്ടുകേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണാലെ നിന്നെ കാണുന്നു. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണാലെ നിന്നെ കാണുന്നു. യോബ് പറയുകയാണ്, ഞാനിതാ എന്നെ തന്നെ വെറുക്കുന്നു,
ഞാൻ അരിഷ്ടതയോടെ, ഞാൻ വിനയപൂർവ്വം താഴുന്നു. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. കർത്താവേ, ഞാൻ അന്നെല്ലാം ഒരു കേട്ടുകേൾവി മാത്രം വെച്ചുള്ള ആത്മീയമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഏതാണ്ടെല്ലാം ഒരു ആത്മീയമൊക്കെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ സത്യമായ ആത്മീയം എന്താ എന്ന് ഞാൻ പഠിച്ചില്ല, ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ ഞാനത് എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. ദൈവജനമേ, ഇത് തന്നെ കണ്ടു കഴിയുമ്പോൾ അയ്യോ, ഈ പാപം എന്നെ കണ്ടെത്തുന്നതിന് മുൻപ് പാപത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണമല്ലോ എന്ന് നാം ആഗ്രഹിക്കും. പാപം എന്നെ പിടികൂടുന്നതിന് മുൻപ് പാപത്തിൻ്റെ ഭീകരമായ ആക്രമണത്തിൽ നിന്ന് എനിക്ക് മുക്തി വേണമല്ലോ എന്ന് നാം ആഗ്രഹിക്കും. അയ്യോ, പാപം എന്നെ പിടികൂടാൻ വരുന്നു, പാപം എൻ്റെ പിറകെ വരുന്നു, എന്നിൽ നിന്ന് പാപം വിട്ടുപോയിട്ടില്ല, ഞാൻ എന്നെ തന്നെ വെറുത്തിട്ടില്ല, ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിച്ചിട്ടില്ല. എൻ്റെ ദൈവമേ, എനിക്ക് മോചനം തരണമേ എന്ന് നാം പ്രാർത്ഥിക്കും. നാം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിന്റെ പാപം നിന്നെ കണ്ടെത്തും. ആസ് യു സോ യു റീപ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്തെടുക്കും. വിതയ്ക്കും കൊയ്ത്തിനും 3 പ്രമാണമുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കും. കാരണം കൃഷി സംബന്ധമായ പരിചയമുള്ളവർക്ക് അത് എളുപ്പം മനസ്സിലാകുന്നതാണ്. എന്താണെന്നോ, വിതയ്ക്കും കൊയ്ത്തിനും 3 പ്രമാണമുണ്ട്. വിതച്ചാൽ അതേ വിത്ത് തന്നെയാണ് കൊയ്യുന്നത്. ഏത് നെല്ല് വിതയ്ക്കുന്നോ, ഏത് വിത്ത് വിതയ്ക്കുന്നോ അതേ നെല്ല് തന്നെയാണ് കൊയ്യുന്നത്. രാജമേനി വിത്ത് വിതച്ചാൽ രാജമേനി നെല്ല് തന്നെ കൊയ്യും. ആര്യൻ വിത്ത് വിതച്ചാൽ ആര്യൻ നെല്ല് തന്നെ കൊയ്യും. ഏത് വിത്ത് വിതയ്ക്കുന്നോ, ഇപ്പോൾ കേരളത്തിൽ പട്ടാമ്പി കൃഷിശാസ്ത്ര ഭവനിൽ നിന്ന് അവിടെ കൾച്ചർ ചെയ്ത് പുറത്തെടുക്കുന്ന ചില വിത്തുകളുണ്ടല്ലോ, PTB 22, PTB 24, PTB 26 എന്നൊക്കെ പറയുന്ന ചില വിത്തുകൾ. ഏത് വിത്ത് വിതയ്ക്കുന്നോ അത് തന്നെയാണ് നാം നെല്ല് കൊയ്തെടുക്കുന്നത്. വിതച്ചാൽ അത് തന്നെ കൊയ്യും. പ്രകൃതിയിലെ നിയമമാണ്. പാപം ചെയ്താൽ അതിൽ തന്നെ ശിക്ഷ ഏൽക്കേണ്ടി വരും. സ്നേഹിതരെ, ഞാൻ ഒരുവനെ ചതിച്ചാൽ എനിക്ക് എപ്പോഴെങ്കിലും ചതി പറ്റും. ഞാൻ ആരുടെയെങ്കിലും 10 രൂപ അപഹരിച്ചാൽ എൻ്റെ രൂപ ഞാൻ അറിയാതെ എന്നിൽ നിന്ന് ചോർന്നു പോകും. ഞാൻ ആർക്കെങ്കിലും നഷ്ടം വരുത്തിയാൽ ഞാൻ അറിയില്ല, എൻ്റെ മേൽ ഭീമമായ നഷ്ടങ്ങൾ വന്ന് ആഞ്ഞടിക്കും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. തീർന്നില്ല, വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. ഒരു പറ വിത്ത് വിതച്ചാൽ ഒരു പറ നെല്ലല്ല കൊയ്തെടുക്കുന്നത്. ഒരു പറ വിത്ത് വിതച്ചാൽ അത് ചിലപ്പോൾ 25 പറ, 30 പറ, അതിൽ കൂടുതലും കൊയ്തെടുക്കും. അല്ലെങ്കിൽ പിന്നെ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വിതച്ചാൽ അതിലേറെ കൊയ്യും. 10 രൂപ ഞാൻ അപഹരിച്ചു, 10 രൂപ മോഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന 10 രൂപയല്ല, അതിലെത്രയോ 10 മടങ്ങോ അല്ല 100 മടങ്ങുമായിട്ട് നഷ്ടം സംഭവിക്കേണ്ടി വരും. ആരെയെങ്കിലും ഞാനൊന്ന് വേദനിപ്പിച്ചു, എനിക്ക് തിരിച്ചടി കിട്ടുന്നത് അത്രയ്ക്ക് തോതിലല്ല, എത്രയോ കൂടുതലായിട്ടാണ്. ദൈവവൈതലേ, ആർക്കെങ്കിലും വരേണ്ട ലാഭം ഞാൻ തടഞ്ഞു, ആർക്കെങ്കിലും കിട്ടേണ്ട സഹായം ഞാൻ മുടക്കി, ആരുടെയെങ്കിലും പേരിന് ഞാൻ അപമാനം വരുത്തി എങ്കിൽ എൻ്റെ മേൽ തിരിച്ചടികൾ ഞാൻ ഏൽക്കേണ്ടി വരും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. ഏറെയായി കൊയ്തെടുക്കും. അത് വിതയുടെയും കൊയ്ത്തിൻ്റെയും പ്രമാണമാണ്. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ഇന്ന് വിത്ത് വിതച്ചാൽ ഇന്ന് തന്നെ നാം കൊയ്തെടുക്കുന്നില്ല. ഇന്ന് വിത്ത് വിതച്ചാൽ അത് ഓരോ വിത്തിനും അതാതിൻ്റെ മൂപ്പുണ്ട്. ചില വിത്ത് വിതച്ചാൽ 90-95 ദിവസം കഴിഞ്ഞ് കൊയ്തെടുക്കുന്ന നെൽവിത്തുണ്ട്. ചിലത് 110, 120, 126 ദിവസം വരെ ഈ മൂപ്പുള്ള വിത്തുണ്ട്. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ഇന്നൊരു അനീതി പ്രവർത്തിച്ചാൽ ഇന്ന് തന്നെ ശിക്ഷ കിട്ടണമെന്നില്ല. ഇന്ന് തന്നെ ശിക്ഷ കിട്ടണമെന്നില്ല. നാളുകൾക്ക് ശേഷമായിരിക്കും ശിക്ഷ വരുന്നത്. പല നാളുകൾക്ക് ശേഷമായിരിക്കും തിരിച്ചടി ഏൽക്കുന്നത്. ഇന്ന് ആരെയെങ്കിലും ചതിച്ചു, ഇന്ന് ആരെയെങ്കിലും വഞ്ചിച്ചു, ഇന്ന് ആരെയെങ്കിലും പരിഹസിച്ചു, ഇന്ന് ആരിലെങ്കിലും ദോഷം വരത്തക്കവണ്ണം എന്തെങ്കിലും പ്രവർത്തിച്ചു വെച്ചു, പല നാളുകൾക്ക് ശേഷമാണെങ്കിലും അതിൻ്റെ തിരിച്ചടി മനുഷ്യൻ ഏൽക്കേണ്ടി വരും. 1, വിതച്ചാൽ അത് തന്നെ കൊയ്യും. 2, വിതച്ചാൽ അതിലേറെ കൊയ്യും. 3, വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ആസ് യു സോ യു റീപ്. നീ വിതയ്ക്കുന്നത് അത് തന്നെ നീ കൊയ്തെടുക്കും. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 11-ാം വാക്യം, ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി അപ്പോൾ തന്നെ കിട്ടുന്നില്ല. പല നാളുകളോ കാലങ്ങളോ കഴിഞ്ഞായിരിക്കും ശിക്ഷാവിധി കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, മറക്കല്ലേ, പാപം നിന്നെ പിടികൂടുന്നതിന് മുൻപ് നീ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചുകൊള്ളൂ. പാപത്തെ നീ കണ്ടെത്തിക്കൊള്ളൂ.
പാപം നിന്നെ കണ്ടെത്തുന്നതിന് മുൻപ് മകനെ നീ പാപത്തെ കണ്ടെത്തിക്കൊള്ളൂ. പാപത്തെ കണ്ടെത്തി ഉപേക്ഷിച്ചാൽ ദൈവം കൃപയായി നിനക്ക് മോചനം തരും. ഇന്ന് കൃപയുടെ കാലമാണ്. ഇന്ന് കൃപയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. ഇന്ന് പെട്ടകത്തിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. നീതി പ്രസംഗിയായ നോഹ പ്രസംഗിച്ചു, വേഗം വന്ന് പെട്ടകത്തിൽ കയറിക്കൊള്ളുവീൻ, എനിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടി. ആളുകൾ കളിയാക്കി. ഈ കാരണവർക്ക് ഏതോ വിട്ടിത്തം പറ്റിയിരിക്കുകയാണ്. പാവം പ്രായമായപ്പോൾ ഏതോ കിറുക്ക് പറ്റിയതാണ്, സുബോധം കുറഞ്ഞു, നെർവസ് കംപ്ലയിൻസ് ഒക്കെ ആയിരിക്കണം. ആളുകൾ പലതും പറഞ്ഞു കാണും. ഇന്നത്തെ രീതിയിൽ ഞാനത് വേറെ രീതിയിലൊന്നും അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. നോഹ പറഞ്ഞു, അല്ലല്ല, നിങ്ങൾ ധരിക്കുന്നത് പോലല്ല, വെറും തോന്നലല്ല, സ്വപ്നത്തിൽ കിട്ടിയതൊന്നുമല്ല, ഇത് ദൈവം നേരിട്ട് അരുളപ്പാട് തന്നതാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമാണ്. പെട്ടകം നിർമ്മിക്കാൻ ഞാൻ പെട്ടകം നിർമ്മിച്ചു. മഴ പെയ്യും, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വെള്ളം ഈ ഭൂമിയിലേക്ക് ഒഴുകി വരും. ആകാശത്ത് നിന്ന് വെള്ളം ഭൂമിയിൽ മഴയായി പെയ്യും, വെള്ളം ഭൂമിയിൽ നിറയും. അപ്പോൾ രക്ഷപ്പെടാൻ, വെള്ളത്തിൽ മുങ്ങി ചാകാതിരിക്കാൻ അതിനൊരു പോംവഴിയുണ്ട്. ഇതാ ദൈവം കരുണയോടൊരു പെട്ടകം തീർത്തിരിക്കുന്നു. ആരും നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ആരും അപകടപ്പെടേണ്ട കാര്യമില്ല, ആരും നശിക്കേണ്ട ആവശ്യമില്ല, ആർക്കും രക്ഷപ്പെടാം. പെട്ടകം ഇതാ തയ്യാറാക്കിയിരിക്കുന്നു. പെട്ടകത്തിൽ കടക്കാം. പെട്ടകത്തിൻ്റെ നടുവിലത്തെ തട്ടിൽ വാതിലുണ്ട്. താഴത്തൊരു തട്ട്, നടുക്കൊരു തട്ട്, മുകളിലൊരു തട്ട്. മുകളിലത്തെ തട്ടിലൊരു കിളിവാതിലുണ്ട്. എല്ലാം ആത്മീയമായ അർത്ഥങ്ങളുണ്ട് കേട്ടോ, അതൊന്നും ഇപ്പോൾ പറയാൻ പോകുന്നില്ല. നോക്കൂ, ഈ വാതിൽ കൂടി അകത്ത് കിടക്കാം. വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. നോഹ പറഞ്ഞു, എപ്പോഴോ എനിക്ക് അറിഞ്ഞുകൂടാ ഈ വാതിൽ അടയും എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ദൈവത്തിൻ്റെ കാര്യമാണ്. എന്നോട് പറഞ്ഞത് വേഗം എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളൂ എന്നാണ്. പ്രളയത്തിൽ നശിച്ചു പോകാതിരിക്കാൻ, ജലപ്രളയത്തിൽ മുങ്ങി തീരാതിരിക്കാൻ, വേഗം അകത്ത് കയറുവാൻ ജനത്തെ പ്രബോധിപ്പിക്കൂ, ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കൂ എന്ന് ദൈവം എന്നോട് അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് മാത്രമാണ്. നീതി പ്രസംഗിയായ നോഹ 120 വർഷങ്ങൾ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, കരടി കടന്നു, കടുവ കടന്നു, പുള്ളിപ്പുലി കടന്നു, സിംഹം കടന്നു, ചെന്നായി കടന്നു, ദുഷ്ടജീവികൾ, ഹിംസ്ര മൃഗങ്ങൾ കടന്നു. എന്നാൽ വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ സംശയിച്ചു നിന്നു. വേണമോ? ഇപ്പോൾ വേണമോ? ഇത് വിട്ടിത്തമല്ലേ? കാരണം മഴ മനുഷ്യൻ കണ്ടിട്ടില്ല, അതുവരെ ഭൂമിയിൽ മഴയില്ല. അതുവരെ ഇല്ലാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്, വിശ്വാസത്താൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ട് നോഹ ഒരു പെട്ടകം തീർത്തു. നാം അങ്ങനെയാണ് വായിക്കുന്നത്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ടു. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ഭയഭക്തിയോടൊരു പെട്ടകം തീർത്തു. വിശ്വസിച്ചു. മഴ ഭൂമിയിൽ പെയ്തിട്ടില്ല, മഞ്ഞുകൊണ്ടാണ് നനഞ്ഞു വന്നത്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് അതാണ് നാം വായിക്കുന്നത്. അതുവരെയും നിലമൊക്കെയും നനഞ്ഞത് മഞ്ഞ് പൊങ്ങിയാണെന്ന് 2-ാം അധ്യായം 6-ാം വാക്യം അങ്ങനെയാണ്. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. 5-ാം വാക്യം, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. അങ്ങനെ ഈ ഭൂമിയിൽ മഴയില്ലാത്ത കാലം, മഴ എന്താണെന്ന് മനുഷ്യൻ കാണാത്ത കാലം, അന്ന് ഇതാ ദൈവത്തിൻ്റെ അരുളപ്പാട് മഴ പെയ്യുമെന്ന് നോഹ അത് വിശ്വസിച്ചു. വിശ്വസിക്കുന്നൊരു കൃപയാണ് പ്രിയരെ. വിശ്വസിക്കാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. നോഹ വിശ്വസിച്ചു, പെട്ടകം തീർത്തു. ഇതാ നിങ്ങൾ വേഗം കയറിക്കൊള്ളൂ, രക്ഷപ്പെടാം. ഇതാ ഹിംസ്ര മൃഗങ്ങൾ കടന്നു, ദുഷ്ടമൃഗങ്ങൾ കടന്നു, കൊള്ളക്കാർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, കൊള്ളക്കാർ കടന്നു, വഞ്ചകന്മാർ കടന്നു. ഇന്ന് ഈ കൃപയുടെ പെട്ടകം തുറന്നിരിക്കുകയാണ്. അനേകരകത്ത് കടന്നു, മോഷ്ടാക്കൾ കടന്നു, തമ്മിൽ കീറി കലഹിച്ച് ജീവിതം തകർത്തുകൊണ്ടിരുന്നവർ കടന്നു, അനേകർ കടന്നു. മദ്യപന്മാർ പ്രവേശിച്ചു, സുബോധമുള്ളവരായി തീർന്നു. കൊള്ളയും കവർച്ചയും നടത്തിയിരുന്നവരെ ഈ രക്ഷയുടെ പെട്ടകത്തിൽ കടന്നു. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ സങ്കേതത്തിൽ അനേകർ പ്രവേശിച്ചു. പക്ഷേ ഇന്നും മകനെ നീതിമാനെന്ന് നീ ധരിച്ച്, ഇന്നും ദൈവത്തിൻ്റെ വചനത്തെ ചോദ്യം ചെയ്ത് നീ കടക്കാൻ മടിച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറക്കല്ലേ, ഇന്ന് പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിരിപ്പുണ്ട്. ആർക്കും അകത്തേക്ക് ഓടി വരാം, ആർക്കും അകത്ത് കടന്നു വരാം. പാപത്തിൻ്റെ ഭീകരമായ കെടുതിയിൽ ജീവിതം തുലഞ്ഞു പോകണ്ട,
പാപത്തിന്റെ ഭീകരമായ ആക്രമണത്തിൽ ജീവിതം നശിച്ചു പോകണ്ട. പാപത്തിന്റെ ഭയാനകമായ പിടിയിൽ നിന്ന് ഇന്ന് മോചനം പ്രാപിക്കാം. കാരണം പെട്ടകം തുറന്നിട്ടുണ്ട്. 2000 വർഷം മുൻപ് ഗോകുൽത്തായിലെ കുരിശിന്മേൽ കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തിന്റെ ഏകജാതനായ തിരുക്കുമാരൻ, തന്റെ ചങ്ക് തുറന്നു, തിരുവിലാവ് തുറന്നു, ഏത് പാപിക്കും പ്രവേശനം അനുവദിച്ചു. മകനെ, നിനക്ക് വേണമെങ്കിൽ അകത്തേക്ക് വരാം. ആ തിരുഹൃദയം ഇതാ മുറിഞ്ഞു തുറന്നിരിക്കുന്നു. നിനക്ക് വേണ്ടി ചോരയും നീരും ഒഴുക്കിയിരിക്കുന്നു. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതൻ, തൻ്റെ ബലിയാൽ പാപികളെ രക്ഷിച്ച ദൈവസുതനായ യേശു. കർത്താവേ, നിന്റെ ബലിയാൽ എൻ്റെ കഷ്ടതകൾ മായ്ക്കണമേ, എൻ്റെ നോവ് ഒഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് നോവ് ഒഴിക്കുവാനും കഷ്ടത മാറ്റുവാനും പാപം നീക്കുവാനും അവിടുന്ന് തിരുഹൃദയം തുറന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ രക്തവും വെള്ളവും ഒഴുക്കിക്കൊണ്ട് കുരിശിന്മേൽ അവിടുന്ന് കിടക്കുന്നു. ആർക്ക് വേണമെങ്കിലും ഓടി വരാം, ആർക്കും അകത്തേക്ക് പ്രവേശിക്കാം, ഒരു പുതിയ ജീവിതം തുടങ്ങാം. പാപത്തിന് അടിമയായി ജീവിക്കേണ്ട ആവശ്യമില്ല. ഇനിയും പിശാചിന്റെ അടിമത്തത്തിൽ കഴിയേണ്ട ആവശ്യമില്ല. പാപം നിന്നെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ആസ് യു സോ സോ യു റീപ്. പാപം നിന്നെ കണ്ടെത്തും. നീ പാപത്തെ കണ്ടെത്തി ഉപേക്ഷിക്കൂ. പെട്ടകത്തിലേക്ക് ഓടി വന്ന് കയറൂ. ഇതാ, നീ കൊയ്തെടുക്കുന്നതിന് മുൻപ് അതിവേഗം നീ വിതച്ചതെല്ലാം മുഴുവനും നശിപ്പിച്ച് കളഞ്ഞ്, എല്ലാം തകർത്ത് കളഞ്ഞ് നിനക്ക് പുതുജീവിതം തരുവാനായി യേശുവിതാവിന്റെ അരികത്വം നിൽക്കുന്നു. അവനെ നീ എതിരേൽക്കൂ. ദൈവവൈതലേ, അവനായി നിന്റെ ഹൃദയം തുറക്കൂ. അവന്റെ തിരുവിലാവ് നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. അവനെ നീ വിളിക്കൂ. അവനോട് നീ വാക്ക് പറയൂ. നാഥ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എന്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എന്റെ കരുണയുള്ള കർത്താവേ, എനിക്ക് വേണ്ടി നീ ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവിനോട് വാക്ക് പറയൂ. അവന്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, അൻപുള്ള രക്ഷിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി പെട്ടകത്തിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും ആരും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്നവൻ വന്ന് വാതിലടയ്ക്കുന്നതിന് മുൻപ് ഞങ്ങളെല്ലാവരും അകത്ത് പ്രവേശിപ്പാൻ നാഥ, നീ ഞങ്ങളെ വിളിച്ചതിനായി സ്തോത്രം. ഈ വാക്കുകളെ കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവിന്റെ തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ് അനുഭവിക്കുവാനും കുരിശിൽ തുറന്ന ജീവന്റെ പുതുവഴിയിലൂടെ സ്വർഗത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാനും എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബശാന്തി നൽകണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ.